നമസ്കാരം. നമ്മുടെ പി സി ജോർജ്, പൂഞ്ഞാറുകാരൻ പി സി ജോർജിന്റെ ഈ പോക്ക് എങ്ങോട്ടേക്കാണ്? ഗതി മാറ്റി തനിക്ക് തോന്നുന്നവരെ തിരഞ്ഞെടുത്ത് യാത്ര തുടരുമ്പോൾ മണ്ടന്മാരാകുന്നത് പാവം പൊതുജനങ്ങളാണ്. ഇങ്ങനെയുള്ള MLA-മാരെ വളർത്തിയെടുക്കുമ്പോൾ പൊതുജനങ്ങൾക്കറിയില്ലല്ലോ ഇങ്ങനെ ഇടക്കിടക്ക് ഗതി മാറിക്കൊണ്ടിരിക്കുമെന്ന്. SDPയുടെ കൂടെ ആദ്യം നിന്നു. അവരിൽ ഒരാളായി അവരുടെ കൂടെ നിൽക്കുമെന്ന് പരസ്യമായി പ്രഖ്യാപിച്ചു, തുറന്നു പറഞ്ഞു. അവർ എല്ലാ കാര്യത്തിനും പി സി ജോർജിനെ ഒക്കെ കൂട്ടി. ഒപ്പം പോപ്പുലർ ഫ്രണ്ടിന്റെ ജാഥകളിലും സമ്മേളനങ്ങളിലും തുറന്ന് സംസാരിക്കാൻ തുടങ്ങി. സത്യം പറഞ്ഞാൽ ഈ നീക്കം SDPക്കും പോപ്പുലർ ഫ്രണ്ടിനും വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കി കൊടുത്തില്ലെങ്കിലും ഒരു MLA കൂടെയുണ്ട് എന്ന ഒരു തോന്നൽ ആ പാവം പ്രവർത്തകർക്കിടയിൽ വന്നിട്ടുണ്ടാകാം. പക്ഷേ ഈ പി സി ജോർജിന്റെ കള്ളത്തരങ്ങൾ അറിഞ്ഞതോടുകൂടി അവർ മെല്ലെ പിന്മാറാൻ തുടങ്ങിയതോടെ പി സി ജോർജ് ഗതി അങ്ങ് മാറ്റിപ്പിടിച്ചു. ഇടയ്ക്കൊക്കെ ശബരിമലയിലേക്ക് പോകുന്നത് കണ്ടപ്പോഴേ ഞങ്ങളെപ്പോലെയുള്ള ആളുകൾക്ക് കാര്യം പിടികിട്ടിക്കഴിഞ്ഞിരുന്നു. ഇത് സംഘപരിവാറിലേക്കുള്ള യാത്രയാണെന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഉണ്ടായിരുന്നില്ല. അങ്ങനെ നിയമസഭയിൽ രാജഗോപാലനോടൊപ്പം താനും ഉണ്ടാകുമെന്ന് പറഞ്ഞ് ശബരിമല വിഷയത്തിലുള്ള തന്റെ സ്വാധീനം അല്ലെങ്കിൽ തന്റെ ഇടപെടലുകൾ തെളിയിക്കാൻ വേണ്ടി കറുത്ത വസ്ത്രവും അണിഞ്ഞ് നിയമസഭയിലെത്തുകയും ചെയ്തു. ഇത് RSSകാർ കൊട്ടി ആഘോഷിക്കുകയും ചെയ്തു. അവരവരുടെ FB പേജുകളിൽ, FB വാളുകളിൽ അവർ എഴുതി തുടങ്ങി PC നന്മയുടെ വഴികളിലേക്കെന്ന്. അങ്ങനെയൊക്കെ ഇരിക്കട്ടെ, ഒരു ചെറിയ ഫോൺ സംഭാഷണം കേൾക്കാം. കാസർകോട്ടെ ഒരു പൊതുപ്രവർത്തകൻ നൗഫൽ ഉളിയത്തെടുക്ക PC ജോർജ് MLA-യുമായി നടത്തിയ ഒരു ഫോൺ സംഭാഷണം കേൾക്കാം. കാസർഗോഡ് വിഷയത്തില് കാസർഗോഡ് ഒരു പള്ളിയിൽ കൊല്ലപ്പെട്ട ഒരു ഉസ്താദുണ്ട്. ഉസ്താദ് നമ്മളെ നാട്ടിൽ റിയാസ് മൗലവി. ആ റിയാസ് മൗലവിയെ കേരളത്തിൽ കലാപം ഉണ്ടാക്കാനുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് RSS കൊലപ്പെടുത്തിയത്. നമ്മൾ അങ്ങോട്ട് കൊന്നിട്ടുണ്ട്. ഏതാ സാർ? അല്ല, RSS തുടക്കി വെച്ച സംഭവത്തിന്റെ പേരിൽ മറുപടി കൊടുത്ത ഇത് സാറിന് ഒരു മിനിറ്റ്, സാറിന് മനസ്സിലായി, സാറിന് പിന്തുണച്ച പ്രസ്ഥാനം തന്നെയാണല്ലോ ബാക്കി ആ സൈഡും മറുഭാഗത്തുള്ളത്. ഇല്ല, മനസ്സിലായി. സാറിന് SDPയും പോപ്പുലർ ഫ്രണ്ടും സാറിന് പിന്തുണച്ചിരുന്നു. കഴിഞ്ഞ ഇലക്ഷനിൽ സാർ 21,000 സംതിങ് ഭൂരിപക്ഷത്തില്. അല്ല, പോപ്പുലർ ഫ്രണ്ട് എന്ന് പറയുന്ന SDPയുടെ സംഘടന തന്നെയാണല്ലോ സാർ. പോപ്പുലർ ഫ്രണ്ടോട് സ്ഥാനാർത്ഥി 27 വോട്ട് കൊണ്ടുപോയി. SDP എനിക്ക് പിന്തുണ തന്നു. അപ്പൊ ഞാൻ മനസ്സിലാക്കേണ്ട കാര്യം, SDPയുടെ പിന്തുണ ഞാൻ RS പോലെ തന്നെ വർഗീയ സംഘടനയാണ്. എന്നാ സംശയം? ആർക്കാ തർക്കം? അല്ല, അങ്ങനെ ഉണ്ടെങ്കിൽ സാർ SDPയുടെ കൊടി പിടിച്ച ഫോട്ടോകളും സമൂഹ മാധ്യമത്തിൽ വന്നതാണ്. കേട്ടോളൂ, SDPയുടെ പിന്തുണ മേടിക്കാമെങ്കിൽ പൊതുസമൂഹമേ തിരിച്ചറിയുക ഈ പൂഞ്ഞാറുകാരനെ. തന്റെ മകനെ BJPയുടെ സ്ഥാനാർത്ഥിയാക്കി കോട്ടയത്ത് മത്സരിക്കാൻ തയ്യാറെടുക്കുന്ന PC-യുടെ തന്ത്രങ്ങളെ തിരിച്ചറിയാതെ പോയാൽ പൂഞ്ഞാറുകാർ വിഷമിക്കേണ്ടി വരുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇത്തരത്തിലുള്ള രാഷ്ട്രീയ നീക്കങ്ങൾ നടത്തുന്നവരെ തിരഞ്ഞുപിടിച്ച് അവരെ മാറ്റി നിർത്തേണ്ടതും പൊതുസമൂഹത്തിന്റെ ആവശ്യമെന്ന് തന്നെ വേണം പറയാൻ. കാരണം റിയാസ് മൗലവിയുടെ കൊലപാതകം ചെയ്ത RSSകാർ അവർ തീവ്രവാദികളാണെന്നും SDPകാരും തീവ്രവാദികളാണെന്നും പറയുകയും അവരുടെ കൂടെ കൂടി വോട്ട് ശേഖരിക്കുകയും ചെയ്യുന്ന ഒരാളെ ഒരു മാധ്യമം എന്ന നിലയിൽ വിശേഷിപ്പിക്കേണ്ട രീതികൾക്ക് കുറച്ച് പരിധികളുണ്ട്. അവസാനിപ്പിക്കുന്നു. ന്യൂസ് ഡെസ്ക്, പബ്ലിക് കേരള.